ും സോറാസ് കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ മക്കളെ ഞാൻ നെയ്ച്ചോറക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് ഈ ഗ്ലാസ്സിൽ അതിന് 2.5 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2.5 ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം വെക്കണം. 5 ഗ്ലാസ് ഇട്ടാൽ 2.5 ഗ്ലാസ് അരി, അതിന് 5 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ പോവാം. അതിന് നെയ്യ് ഇട്ടെടുക്കട്ടെ. നെയ്യ് ഒഴിച്ചെടുത്ത് നോക്കണം. നമ്മൾ 2 സ്പൂണ് നെയ്യ് ഇട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുള്ളൂ. കൊളസ്ട്രോളും ഇതൊക്കെ ഉള്ളവരല്ലേ, അപ്പോൾ അധികം നെയ്യിടില്ല, കുറച്ച് നെയ്യ് ഇട്ടെടുക്കുള്ളൂ. പിന്നെ കുറച്ച് സൺഫ്ലവറും, അത്ര മതി. അത് ഞങ്ങൾ എടുത്ത സാധനങ്ങൾ: ഒരു സവാള എടുത്തിട്ടുണ്ട്, 5 ഏലക്കായ, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, മുന്തിരി. നമ്മളെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല, ഉള്ളത് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണ് കടയ്ക്കുക. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നെയ്ച്ചോറാവും. അണ്ടിപ്പരിപ്പിൻ്റെ കുറവുള്ളൂ, അപ്പോൾ ഒരു കുറവല്ല, കുഴപ്പമില്ല. നമുക്കിതൊന്ന് മാറ്റി കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. വേവാടാനേ ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി സവാള അരിഞ്ഞത് നമുക്കിതിൽ 5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് 3 ഗ്ലാസ്, ഇത് 2 ഗ്ലാസ്. ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഉപ്പ്. ഇനി നന്നായിട്ട് ഇറക്കി കൊടുത്ത് തിളക്കട്ടെ. വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് അരി കഴുകട്ടോ. അരി കഴുകിയിട്ട് ആരി വെക്കണം. ആരി വെച്ചിട്ട് അങ്ങനെ നമ്മൾ അരി ഇടുക കേട്ടോ. വെള്ളം തിളച്ചു, അരി ഇടുക. ഞാനൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. അധികം ഇളക്കണ്ട, അപ്പോൾ അരി കൊടുക്കുക. മെല്ലെ ഇളക്കിയിട്ട് ഇതൊന്ന് വേവട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. അരി തിളക്കുന്നുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനല്ലേ. ഒന്നും കൂടെ മൂടി വെക്കാം. ആ നെയ്ച്ചോറ് ഒന്നും കൂടെ വെള്ളം വയ്ക്കണം. ഒന്നും കൂടെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ചോറ് റെഡിയാവും. നമുക്ക് അടിയൊന്ന് നിറച്ച് കൊടുത്ത് മാറ്റി കൊടുത്ത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് വെളിച്ചാണ്. അണ്ടിപ്പരിപ്പില്ല കയ്യിൽ, അതാണ്. പിന്നെ മല്ലിച്ചപ്പ്, അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി.